എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷെഫ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഉള്ളിവടയാണ്. ഞങ്ങളുടെ കണ്ണൂർ ഭാഗത്തൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ ഉള്ളിവടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ ഉള്ളിവട ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇതിനായി ഞാൻ എടുത്തത് 4 സവാള നീളത്തിൽ വളരെ കനം കുറച്ച് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ അരിപ്പൊടി, 1.5 ടീസ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് കായം, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്നത്തെ ഉള്ളിവടയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഉള്ളിവട ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് നമ്മൾ നേരത്തെ നീളത്തിലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഈ സവാളയിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. അങ്ങനെ പിടിപ്പിച്ച ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഈ സവാളയിലേക്ക് ഉപ്പ് നന്നായി പിടിക്കുവാനും അതുപോലെ ഇതിൽ നിന്ന് വെള്ളം ഊറി വരുവാനായിട്ട് നമുക്ക് 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 15 മിനിറ്റ് നന്നായി ഉപ്പൊക്കെ പിടിച്ച് വെള്ളം ഊറി വന്ന സവാളയിലേക്ക് നമുക്കിനി ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് നമുക്കിനി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഈ സവാളയിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് ഈ സവാള മിക്സിലൊന്നും കൂടി നമുക്കൊന്ന് ആദ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിന് നമ്മുടെ ഉള്ളിവടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന്
നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. ഈ പൊടികളെല്ലാം ഇതിനകത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരല്പം കായം ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നമുക്കിതെല്ലാം വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് നമ്മുടെ സവാള മിക്സിൽ വീണ്ടും ഒന്ന് നന്നായി തിരുമ്മി പിടിപ്പിച്ചു കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്ത ഈ സവാള മിക്സിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വേണ്ട ഉപ്പും ഒരൽപ്പം എണ്ണയും ഒഴിച്ച് വീണ്ടും നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ശേഷം നമുക്കിത് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി എല്ലാം ഇതിനകത്തൊന്നും നന്നായിട്ട് ഈ സവാളയിലേക്ക് പിടിക്കാനായിട്ട് നമുക്ക് 10 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിവടയുടെ മിക്സ് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ കുറച്ച് കുറച്ചായിട്ട് ഈ തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിവട ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡ് കൂടി മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നന്നായി മുരിഞ്ഞു വന്ന ഉള്ളിവട നമുക്കിനി ഒരു ടിഷ്യൂ പേപ്പർ വച്ച പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പുതിയ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.